ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത് ഡോക്ടർ സ്റ്റോൺ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമേ TV സീരീസിൻ്റെ സീസൺ 1 16ാമത്തെ എപ്പിസോഡാണ്. തന്നെ ഒരു എപ്പിസോഡ് കൂടെ വരുന്നതായിരിക്കും. സോ നിങ്ങൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെ പറഞ്ഞു മോഷിപ്പിക്കാതെ നമുക്ക് നേരെ ആനിമയുടെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. കാണിക്കുന്നത് നമ്മുടെ സേക്കുവിന്റെ വില്ലേജ് ചീഫായിട്ട് തീരുമാനിക്കുകയാണ്. സേക്കു, എനിക്ക് നിന്നെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അറിയാം. റൂറി പറയുകയാണ്, എനിക്കൊരു കാര്യം മനസ്സിലായത്, ഉള്ള എല്ലാ ആൾക്കാരും സ്റ്റോൺ ആയിട്ട് മാറുന്ന സമയത്തും കുറച്ച് ഹ്യൂമൻസ് എങ്ങനെയൊക്കെയോ ജീവനോടുണ്ടായി. കാരണം എന്റെ മിസ്റ്ററീസ് അല്ലേ സോൾവ്. ഭ്രാന്തായതാണോ നിങ്ങൾക്ക്? ഭ്രാന്തായതാണോ? റൂറിക്ക് എങ്ങനെ സേക്കുവിനെ അറിയാവുന്നേ എന്ന് നമ്മുടെ ക്രോം ചോദിക്കുന്നില്ല. എന്നെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ എന്ന് നമ്മുടെ സേക്കു റൂറിനോട് ചോദിക്കുന്നു. ആണെന്നോ നമ്മുടെ റൂറി പറയുന്നത് നിങ്ങൾ പറഞ്ഞു തന്ന കഥയാണോ എന്ന് നമ്മുടെ ക്രോം ചോദിക്കുന്നു. ഇവിടെ ഇല്ലാത്ത ആനിമൽസിനെ കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ അറിയാവുന്നേ നമ്മുടെ സേക്കു പറയുന്നത്. തന്നെ ഒരുപാട് കഥകൾ റൂറി ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ട്രെയിൽ സ്റ്റോറീസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. സോ അത് അടുത്തടുത്ത ജനറേഷനുമായിട്ട് പാസ് ചെയ്യാം. ഹാക്കു സേക്കുവിനോട് പറയുകയാണ്, ഞാൻ നിനക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് 100 ടെയിൽസിന്റെ സ്റ്റോറിയാണ്. ഇതിലെന്ന് പറയുന്നത് ഇഷിഗാമി സേക്കു. റൂറി പറയുകയാണ്, എന്തിനാണ് എന്നെ ഫോളോ ചെയ്ത് വരുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സേക്കു ആണെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് നടന്നിട്ട് പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നോക്കുകയാണ്. വയസ്സ് തൊട്ട് തന്നെ നമ്മുടെ സേക്കു ആണെങ്കിൽ ലോകത്തിനെ കുറിച്ചുള്ള ഓരോ മിസ്റ്ററീസ് കണ്ടുപിടിക്കുകയാണ്. എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റൂറി ആണെങ്കിൽ ആ കഥ പറയാൻ വേണ്ടി തുടങ്ങുകയാണ്. മൂടിന് നിന്നോട് ക്രഷ് ഉണ്ടെന്ന്, അതുകൊണ്ടായിരിക്കും നിന്നെ ഫോളോ ചെയ്ത് വരുന്നത്. എന്നെ പൊട്ടനാക്കാൻ വേണ്ടി ശ്രമിക്കല്ലേ, മര്യാദക്ക് സയന്റിഫിക്കലായിട്ട് പറഞ്ഞതാ എന്ന് നമ്മുടെ സേക്കു പറയുന്നത് നമ്മുടെ അടുത്ത് നിന്ന് ഒരുപാട് അധികം ദൂരെയാണ്. സോ അതുകൊണ്ടാണ് നമ്മളെ ഫോളോ ചെയ്യുന്നത് പോലും നമുക്ക് തോന്നുന്നത്. നിങ്ങളൊക്കെ കേട്ടിട്ട് നമ്മുടെ സേക്കു ആണെങ്കിൽ അവിടെയുള്ള ഒരു ഊഞ്ഞാലെ പോലെ ഇരിക്കുകയാണ്. വയസ്സ് തൊട്ടേ നമ്മുടെ സേക്കുവിന് സ്പേസിൽ പോകണമെന്ന് വലിയൊരു ആഗ്രഹം തന്നെയാണ്. ആസ്ട്രോനോട്ടാക്കാൻ വേണ്ടി സമയമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നേരെ തന്നെ സ്പേസിൽ പോകുമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് എക്സ്പെരിമെന്റ് നമ്മുടെ സേക്കു ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇഷിഗാമി ആണെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ആകുകയാണ്. ആസ്ട്രോനോട്ടിന് വേണ്ടിയുള്ള സെലക്ഷൻ നടക്കുന്നത്. ഈ ഫോം നമ്മുടെ സേക്കുവും കാണുന്നു. സമയത്തായിരുന്നു നമ്മുടെ സേക്കു ആണെങ്കിൽ സയൻസ് ലാബിലൊക്കെയുള്ള അനോറ്റോമി അതും എടുത്തുകൊണ്ട് ഒരു സ്ഥലത്തിലേക്ക് ഓടുന്നത്. എന്തൊക്കെയോ സാധനങ്ങൾ നമ്മുടെ കൈജുവിന്റെ കയ്യിൽ ഒട്ടിച്ചിട്ട് കൈജുവിന്റെ കൈ നമ്മുടെ സേക്കു കൺട്രോൾ ചെയ്യുകയാണ്. തന്നെ നമ്മുടെ ഇഷിഗാമിക്ക് വേണ്ടിയുള്ള എന്തോ ഒരു തരത്തിലുള്ള ഒരു സൂട്ട് നമ്മുടെ സേക്കു തയ്യാറാക്കുകയാണ്. അയാളെ ആണെങ്കിൽ ആ വെള്ളത്തിലേക്ക് തെള്ളിയിടുകയാണ് നമ്മുടെ സേക്കു. കയ്യിലൊക്കെ എന്തുവാടാ പറ്റിയെന്ന് പറഞ്ഞാൽ അയാൾ നല്ല രീതിയിൽ തന്നെ പേടിക്കും. കൈയും വയ്യാത്തവർക്ക് ഈ സൂട്ട് സ്വിമ്മിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം എന്ന് നമ്മുടെ സേക്കു പറയുന്നു. സേക്കുവിന്റെ അച്ഛനായിട്ടുള്ള ഇഷിഗാമി ആണെങ്കിൽ മുന്നോട്ടാക്കാൻ വേണ്ടിയുള്ള ഇന്റർവ്യൂവിൽ പോയി പങ്കെടുത്തിട്ട് ഒരുപാട് ട്രെയിനിങ് ഒക്കെ ചെയ്തിട്ട് ആ ഇന്റർവ്യൂ പാസ് ആകുകയാണ്. ഇഷിഗാമി ഒരുപാട് ട്രെയിനിങ് ഒക്കെ ചെയ്തിട്ട് 5 വർഷം കഴിഞ്ഞിട്ട് സ്പേസിലേക്ക് പോകാൻ വേണ്ടി അവരെല്ലാവരും തയ്യാറാകുകയാണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ TV ലൈവ് കാണിക്കുകയാണ്. ഇഷിഗാമി ലൈവിൽ വെച്ച് പറയുകയാണ്, ഹേ സേക്കു, നീ TV കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് ഈ കാര്യം നിന്നോടാണ് പറയാൻ വേണ്ടിയുള്ളത്. സ്പേസിൽ നിന്ന് നിനക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സാധനം ഞാൻ കൊണ്ടുവന്നിരിക്കും. അങ്ങനെ നമ്മുടെ ഇഷിഗാമി ബാക്കിയുള്ളവരും സ്പേസിലേക്ക് പോവുകയാണ്. അങ്ങനെ ഈ വില്ലേജിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ഇഷിഗാമി എന്ന് നമ്മുടെ സേക്കു പറയുകയാണ്. സോ നമ്മുടെ ഇഷിഗാമി ബാക്കിയുള്ളവരും കൂടെ സ്പേസ് സ്റ്റേഷനിലേക്ക് റീച്ച് ആകുകയാണ്. ഇത് വളരെയധികം ബ്യൂട്ടിഫുൾ ആണെന്ന് നമ്മുടെ ഇഷിഗാമി മനസ്സിൽ വിചാരിക്കുകയാണ്. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ആ സ്പേസ് ഷിപ്പിലുള്ള ആൾക്കാരുടെ എല്ലാവരുടെ അടുത്തേക്കും നമ്മുടെ ഇഷിഗാമി പോവുകയാണ്. ഇഷിഗാമി ബാക്കിയോ, എന്റെ പേര് ഷിയോ എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ അവിടെ പോയി പരിചയപ്പെടുകയാണ്. ഈ സ്ഥലമൊക്കെ വളരെയധികം ചെറുതായിട്ടുണ്ട്. ഞാൻ സ്പേസിൽ തന്നെ ആദ്യമായിട്ടാണ് ടൂറിസ്റ്റ് ആയിട്ട് വരുന്നത്. എന്റെ റേഞ്ച് എന്തുവാന്നൊക്കെ നിങ്ങൾക്ക് അറിയാവോ? ഞാൻ 10 കോടി കൊടുത്തിട്ടാണ് സ്പേസിൽ വന്നിരിക്കുന്നത്. അല്ല മേഡം, ഇതെന്തിനാണ് ഞങ്ങളോട് പറയുന്നത്? അയ്യോ സോറി മേഡം. കേട്ടിട്ട് നമ്മുടെ ഇഷിഗാമി അവിടെ കിടന്ന് ചിരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒന്ന് കളിയാക്കി ചിരിക്കാതിരിക്കാൻ പറ്റുമോ? അയ്യോ, എനിക്ക് ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഇഷിഗാമി അവരോട് പറയുകയാണ്, വളരെയധികം ഫേമസ് ആയിട്ടുള്ള ലില്ലിയാണ്. ലില്ലി എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ ഹസ്ബൻഡാണ്. ആ താടി വെച്ചിട്ടുള്ള അങ്ങനെ ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരുപാട് അധികം ഭയപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാ ഹസ്ബൻഡ് പറയുന്നു, സ്ഥലത്തിലെ ഡോക്ടർ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്റെ അടുത്തേക്ക്. സമയത്ത് തന്നെ നമ്മുടെ ലില്ലിയുടെ അടുത്തേക്ക് ഒരു പെണ്ണ് വരികയാണ്. എന്നിട്ട് ഒരു CD കാണിച്ചിട്ട്, ഞാൻ നിങ്ങളുടെ ഒരു വലിയ ഫാനാണെന്ന് പറയുന്നു. ഫോട്ടോഗ്രാഫ് എനിക്ക് തരാമോ എന്ന് ആ പെണ്ണ് നമ്മുടെ ലില്ലിനോട് ചോദിക്കുകയാണ്. അതിനെന്താ, ഞാൻ ഓട്ടോഗ്രാഫ് തരാം എന്ന് നമ്മുടെ ലില്ലി പറയുന്നു. വലിയ റുപ്പീസ് കൊടുത്തിട്ടല്ലേ നമ്മുടെ ലില്ലി ഇവിടെ വന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഡെയിലി ആണെങ്കിൽ നമുക്ക് അവളുടെ പാട്ട് കേൾക്കാം. സ്റ്റോർ എന്ന് പറഞ്ഞ സീരീസിന്റെ അതിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടാണ് ഇപ്പൊ ലില്ലി പാടുന്നത്. കേൾക്കാൻ വേണ്ടി ഒരുപാട് ബ്യൂട്ടിഫുൾ ആണ്. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ പോയി ചെക്ക് ചെയ്ത് നോക്കുക. എനിക്ക് കോപ്പറേറ്റ് എപ്പോൾ വേണമെങ്കിലും കിട്ടും. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പാട്ട് ഇവിടെ പ്ലേ ചെയ്യുന്നില്ല. അധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് സോങ് ആണ് ഇപ്പൊ നമ്മുടെ ലില്ലി പാടുന്നത്. നമ്മുടെ ലില്ലി ആണെങ്കിൽ ഈ പാട്ടും പാടി സ്പേസിൽ വന്നിട്ടുള്ള ആദ്യമായിട്ടുള്ള ലൈവ് എടുക്കുകയാണ്. സ്പേസിൽ വന്നിട്ടുള്ള ആദ്യമായിട്ടുള്ള ലൈവ് ഞാൻ എടുത്തിരിക്കുന്നു. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നിങ്ങൾ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. സോ നിങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഗ്ലിച്ച് എന്ന് പറഞ്ഞൊരു യൂട്യൂബർ ഉണ്ട്. ആ യൂട്യൂബറിന്റെ ലൈവ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. സോ ലൈവായിട്ട് വരുന്ന ഇഷിഗാമി, നിങ്ങളുടെ സോങ് ഒക്കെ വളരെയധികം ബ്യൂട്ടിഫുൾ ആണ് നമ്മളോട് പറയുന്നുണ്ടോ എന്ന് നമ്മുടെ ഇഷിഗാമി ചോദിക്കുന്ന സമയത്ത് എനിക്കൊരു പയ്യനായിട്ടുള്ള സേക്കു ഉണ്ടെന്ന് പറയുന്നു. വെറുതെ വിളിച്ചൊന്നും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അവൻ എപ്പോഴും ഓരോ റിസർച്ചിലായിരിക്കും എന്ന് അവൻ പറയുന്നു. സംഭവിക്കുന്നത് ഓരോ കിളികൾ
വഴികളും സ്റ്റോണായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആളായിട്ട് ഇത് തുടങ്ങിയതാണ്. ഇതിനു പുറമെ എന്തോ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. അധികം ഇൻട്രസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സേക്കു ആണെങ്കിൽ ആ സ്റ്റോണിനെ കുറിച്ച് റിസർച്ച് നടത്തുകയാണ്. ലില്ലി ആണെങ്കിൽ ഒരു സ്ഥലത്ത് പോയി ഇങ്ങനെ ഇരിക്കുകയാണ്. വന്നിട്ട് എന്താണ് വിഷമിച്ചിരിക്കുവാണോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇഷിഗാമി ആണെങ്കിൽ ലില്ലിനെ കളിയാക്കുകയാണ്. നിങ്ങൾക്ക് എത്ര വയസ്സ് മുതലാണ് പാട്ടിനോട് ഇഷ്ടം വന്നത്? നാൾ മുതലേ പാട്ടൊക്കെ ഒരുപാടധികം ഇഷ്ടമായിരുന്നു. ഒരു ദിവസം ഞാൻ അറിയാതെ ആ റേഡിയോ അടിച്ച് പൊട്ടിച്ചു. പാട്ട് കേൾക്കാൻ പറ്റുന്നില്ല. സോ അന്ന് മുതൽ ഞാൻ ആ പാട്ട് പാടാൻ വേണ്ടി തുടങ്ങി. ഇതിലുള്ള എല്ലാ ആൾക്കാരെയും ഞാൻ എന്റെ പാട്ട് പാടി സന്തോഷിപ്പിക്കും എന്ന് നമ്മുടെ ലില്ലി പറയുകയാണ്. അത് കേൾക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഇഷിഗാമി ഉറങ്ങി പോവുകയാണ്. അയ്യോ സോറി എന്ന് നമ്മുടെ ഇഷിഗാമി പറയുന്നു. ഇതിനായിട്ടുള്ള സേക്കുവിന്റെ അടുത്തും നിങ്ങൾക്ക് ഒരു ദിവസം പാട്ട് പാടാൻ വേണ്ടി പറ്റുമോ അമ്മ ചോദിക്കുന്നു. പറ്റുമെന്നും നമ്മുടെ ലില്ലി പറയുന്നു. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ സീറോ ഗ്രാവിറ്റി ആണുള്ളത്. എന്നെ വെറുതെ ഇവിടെ സംഭവിച്ചാലും ഞാൻ നിന്നെ കഴിക്കാൻ വേണ്ടി പോവുകയാണ് പറഞ്ഞിട്ട് നമ്മുടെ ഇഷിഗാമി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് നിങ്ങളൊന്ന് കഴിച്ചു നോക്കി, വളരെയധികം ടേസ്റ്റി ആയിരിക്കും. ഇഷിഗാമി അവരോട് വന്ന് പറയുന്നു. നമ്മുടെ ആൾക്കാരൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇത് രാമനാണെന്നുള്ള സേക്കും ഞാനും ഇത് ഇടയ്ക്കിടയ്ക്ക് കഴിക്കും. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, ഇത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് നമ്മുടെ ഇഷിഗാമി പറയുന്നു. ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഷിനിഗാമി അത് കഴിക്കാൻ വേണ്ടി തീരുമാനിക്കും. കഴിച്ച ഷിനിഗാമിയോട് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും വെളിയിലോട്ട് നോക്കിയെന്ന് പറഞ്ഞ് അവരെ നോക്കുന്ന സമയത്താണ് ഒരു കാഴ്ച കാണുന്നത്. മുഴുവനായിട്ട് തന്നെ എന്തോ ഒരു തരത്തിലുള്ള ഒരു ഗ്രീൻ ലൈറ്റ് അടിക്കുകയാണ്. വുമൻസ് ഒക്കെ മുഴുവനായിട്ട് തന്നെ കല്ലായിട്ട് മാറുകയാണ്. സോ എർത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് എല്ലാ ആൾക്കാരും വളരെയധികം ഷോക്ക് ആയിട്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും ഓരോ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിഗ്നൽസ് ഒരു സംഭവങ്ങളും ലഭിക്കുന്നില്ല. ഇന്റർനെറ്റ് എടുത്തിട്ട് ഒരു ലൈവ് ഒക്കെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇഷിഗാമി. ഇതിന്റെ സമയത്തായിരുന്നു ഒരു കാഴ്ച കണ്ടവർ ഞെട്ടുന്നത്. ഫുട്ബോൾ സ്റ്റേഡിയത്തിലുള്ള ലൈവ് ആയിരുന്നു അവർ കണ്ടുകൊണ്ടിരുന്നത്. ആൾക്കാരെല്ലാവരും മുഴുവനായിട്ട് തന്നെ ഒരു കല്ലായിട്ട് മാറിയിരിക്കുന്നു. എല്ലാവർക്കും എന്ത് പറ്റി എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും വളരെയധികം ഷോക്ക് ആവുകയാണ്. ഇതൊന്നും സ്റ്റോണായി മാറി കാണത്തില്ല. ആരെങ്കിലും ഒക്കെ സർവൈവ് ചെയ്തിട്ടുണ്ടായിരിക്കും, ആരെങ്കിലും ഒക്കെ നമ്മളെ വന്ന് സഹായിച്ചിരിക്കും എന്നാ ഡോക്ടർ പറയുന്നു. ഇത്ര നാൾ നമ്മൾ വെയിറ്റ് ചെയ്യും. 1 മാസമോ 2 മാസമോ 2 വർഷമോ 2 നൂറ്റാണ്ടോ സർവൈവ് ചെയ്ത ആരെങ്കിലും വന്നിട്ട് നമ്മളെ ഒരിക്കലും സഹായിക്കും. ആരും നമ്മളെ സഹായിക്കാൻ വേണ്ടി പോകുന്നില്ല. നമ്മൾ ഇത്രയും പേരാണ് ഒരു ജീവനോടുള്ളത്. ബാക്കിയുള്ള ആൾക്കാരെ എല്ലാവരെയും നമ്മൾ വേണം സഹായിക്കാൻ. വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. വീഡിയോസ് ഒക്കെ ഇത്ര കാലം ലേറ്റ് ആയിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. ഞാനിപ്പോൾ ഒരു ഫ്ലാറ്റിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വൈഫൈ ഒന്നുമില്ല. മൊബൈൽ ഡേറ്റ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇത്രയധികം ഹാർഡ് വർക്ക് ചെയ്തിട്ട് യൂട്യൂബ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ മിക്ക സമയത്ത് വീഡിയോ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കും. സോ പെട്ടെന്ന് തന്നെ നെറ്റും അവസാനമാണ് വീഡിയോസ് വരാൻ വേണ്ടി ഇത്രയധികം ലേറ്റ് ആകുന്നത്. സോ ഇനി ഞാൻ മാക്സിമം നിങ്ങളെ ലേറ്റ് ആക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കും. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് തന്നേക്കാം. സോ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ.